ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹി കടന്നുപോയിട്ട് ഇന്ന് ഒരു കൊല്ലം തികയുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ജനകീയ മുഖമായിരുന്നു ഉമ്മൻചാണ്ടി. 5 പതിറ്റാണ്ടിലേറെ കാലം ഭരണ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന അപൂർവ വ്യക്തിപ്രഭാവം. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ്, സുഹൃത്തുക്കളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും OC. ഉമ്മൻചാണ്ടി എന്നാൽ ഒരു വികാരമാണ്. എതിരാളികൾക്ക് പോലും അനിഷേധ്യനായ നേതാവ്. അരനൂറ്റാണ്ടിലേറെക്കാലം നിയമസഭാംഗം. പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി 12 തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി മാറിയ വ്യക്തിത്വം. 1970-ൽ 27-ാം വയസ്സിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ആദ്യമായി പുതുപ്പള്ളിയിൽ മത്സരിച്ചു. ഹാട്രിക് വിജയത്തിനായി മത്സരിച്ച സിറ്റിംഗ് MLA EM ജോർജ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഫലം വന്നപ്പോൾ 7288 വോട്ടിന്റെ അട്ടിമറി ജയം ഉമ്മൻചാണ്ടിക്ക്. പുതുപ്പള്ളിയുടെ ആകാശത്ത് ഉമ്മൻചാണ്ടി എന്ന താരം ഉദിച്ചുയരുകയായിരുന്നു. തുടർച്ചയായി 12 തവണയാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചു കയറിയത്. PC ചെറിയാൻ, MRG പണിക്കർ, തോമസ് രാജൻ, VN വാസവൻ, റെജി സഖറിയ, ചെറിയാൻ ഫിലിപ്പ്, സിന്ധു ജോയ്, സുജ സൂസൻ ജോർജ്, ഏറ്റവും ഒടുവിൽ ജേക്ക് C. തോമസ്. എല്ലാവരും ഉമ്മൻചാണ്ടിയോട് മത്സരിച്ച് പരാജയത്തിന്റെ രുചിയറിഞ്ഞവർ. തേടിയെത്തിയവരെയെല്ലാം ചേർത്തുപിടിച്ച നേതാവ്. ഈ പ്രതിച്ഛായയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യത. 1977-ൽ തൊഴിൽ വകുപ്പ് മന്ത്രി, 1981-ൽ ആഭ്യന്തരമന്ത്രി, 91-ൽ ധനമന്ത്രി, 2004-ലും 2011-ലുമായി 2 തവണ മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിലൂടെ അധികാരത്തിന്റെ ജനകീയവൽക്കരണം നമ്മൾ കണ്ടു. വിവാദങ്ങളും എതിർശബ്ദങ്ങളും ഉയർന്നപ്പോഴും തളരാതെയുള്ള മുന്നേറ്റം. അടിമുടി കോൺഗ്രസുകാരൻ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തന്ത്രശാലിയായ നേതാക്കളിൽ ഒരാൾ. 5 പതിറ്റാണ്ടിലേറെക്കാലം ഭരണ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന നേതാവ്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ സ്മൃതി കുടീരത്തിലേക്ക് ഇപ്പോൾ ജനപ്രവാഹമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് മരണശേഷം ആരാധക മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24.